മക്കളെ നീ ഡ്രസ് കഴുകാൻ പോവല്ലേ? കണ്ടിട്ട് എനിക്ക് എന്തായിട്ട് തോന്നുന്നു? കണ്ടിട്ട് ഡ്രസ് കഴുകാൻ പോകുന്ന പോലെ തോന്നുന്നു. അതെ, ചേച്ചിയുടെ നീല പാന്റ് കണ്ടോ? നീല പാന്റ് കണ്ടില്ല. അവിടെ അവിടെ അതും ആ ടോപ്പും കൂടി ഒന്ന് നനയ്ക്കോ? എന്തോ അത് രണ്ടും കൂടി എന്തോ എന്ത് പൊന്നു മക്കളല്ലേ, ചേച്ചി വരുമ്പോ നിനക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചോണ്ട് വരാം. ഓ സത്യം സത്യം. അമ്മയാണ് അമ്മയാണ്. എന്നാ കഴിവാ. ഇത് മാത്രമേ ഉള്ളൂ? അതായത് ആ ടോപ്പും കൂടി. ഓ നല്ല ഉച്ച. പിങ്കി, ഡ്രസ് എടുത്ത് കഴിഞ്ഞില്ലേ നീ? ചെക്ക് ചെയ്യണില്ല. എന്നടി എന്താടാ? തുണിയൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, വേറെ ഒന്നും ഇല്ല, അത് രണ്ടേ ഉള്ളൂ. എന്തോ ചെയ്യണേ? ഞാൻ എന്റെ ഫ്രണ്ടിന് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. പോട്ടാ. ഓ ഫ്രൈഡ് റൈസ് മറക്കല്ലേ? ഇല്ല ഇല്ല. പോണേ. ഹലോ, പറയടാ. ഏത്? ഞാൻ കളക്ട് ചെയ്തു, പൈസ എല്ലാം കളക്ട് ചെയ്തു. എടേ, എത്ര മണിക്കാണ് മീറ്റിംഗ്? ഓ എനിക്കിപ്പോ എല്ലാം കൂടി ഒരു 1200 രൂപ കിട്ടി. ഓ അത് ഞാന് എന്റെ പാൻറിലാണ് ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല നോക്കട്ടെ. ഇല്ല ഇല്ല, 1200. ഓ എനിക്ക് ഓർമ്മയുണ്ട്. പൈസ അവിടെ പോയി. നിന്നെ വിളിക്കാവേ ഞാൻ. ഓ ശരി. ഈ പൈസ ഞാൻ ഇതിലല്ലേ വെച്ചിരുന്നത്. ഇനി അത് അവള് കഴുകാൻ കൊണ്ടുപോയാ? അയ്യോ, ഞാൻ എവിടെ കൊണ്ടുവച്ചത്? ഞാൻ അതിലാണല്ലോ ഇട്ടിരുന്നേ. ഇതെങ്ങനെ ഇവിടെ വന്നത്? അയ്യോ, 1000 രൂപയല്ലേ ഉള്ളൂ. 200 രൂപ എവിടെ പോയി? മക്കളെ ഇനി വാ, ഇനി വാടാ. 200 രൂപ ഇങ്ങത്താ. മക്കളിപ്പൊ എടുത്തില്ലേ പാന്റിന്റെ പോക്കറ്റ് കിടന്ന്? 200 രൂപ ഇങ്ങത്താ. ഇപ്പൊ നീ ഡ്രസ് വാഷ് ചെയ്യാൻ വേണ്ടി പോയപ്പോ എടുത്തില്ലേ? അത് ഇതാ. വൃത്തിയോടെ പറയരുത് കേട്ടാ, ഞാൻ അത്ര കാര്യമൊന്നുമല്ല. എനിക്ക് 200 രൂപ ആണെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറിയാം. ഇല്ല, നീ 200 രൂപ എടുക്കണ ഞാൻ കണ്ട്. എപ്പൊ കണ്ട്? ഞാൻ കണ്ട് നീ എടുത്തോണ്ട് പോണേ. ഞാൻ എടുത്തില്ല. നീ എടുത്തോ ഇല്ലേ ഞാൻ ഇപ്പൊ നോക്കി കാണിച്ചു തന്നാ? എങ്ങനെ കാണിച്ചു തരും? ഇങ്ങനെ കാണിച്ചു തരും. എനിക്ക് നിന്നെ പരിശോധിക്കാൻ അറിയാം. എന്ത് എടാ 200 രൂപ, 200 രൂപ തരേ. 200 രൂപ തരാ. എന്താ നീ പറഞ്ഞേ? എടുത്തില്ല എന്നല്ലേ? നിന്റെ പൈസ ആണെന്നല്ലേ, പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. നീ തറയെ കിടന്ന് ഉരുളണ്ട. ആണോ ഇല്ലാത്തോളൂ. അച്ഛനോട് പറഞ്ഞു കൊടുക്കണുണ്ട്, മോഷണം കൂടി തുടങ്ങിയിട്ടുണ്ടെന്ന്. ചുമ്മാ മനമര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കണ്ടല്ലോ ഇറങ്ങി. അയ്യേ, മനമര്യാദ. നിന്റെ മര്യാദ ഞാൻ കണ്ടടി വൃത്തിയായിട്ടോളെ. ഇങ്ങനൊക്കെ പറയാവോട് സ്വന്തം അരിയത്തെ കുട്ടി.
ഡേ തെക്കോട്ട് തിരിഞ്ഞ് കാലാട്ടണോ അതും അടുക്കള ഇരുന്നുണ്ട്. അയ്യോ അപ്പൊ ഞാൻ വടക്കോട്ട് ഒരു നാട്ടാ. എങ്ങോട്ട് തിരിഞ്ഞു ചെയ്തൂടാ. ആ പാടില്ല. കാരണം കാലാട്ടാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് എന്റെ ശാസ്ത്രം. അതെ അമ്മ, നമ്മൾ ഈ കാലിങ്ങനെ തൂക്കിയിട്ടേക്കുമ്പോഴേ കാലിന് റെസ്റ്റ് കൊടുക്കണമെന്ന് കാല് തന്നെ ആവശ്യപ്പെടും. ഓഹോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആടുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്ന അപ്പൊ തന്നെ നിനക്ക് മറുകൃത്യം പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ലല്ലോ. ആ മറുകൃത്യം മറുകൃത്യം തൃകൃത്യം തൃകൃത്യം മറുകൃത്യം മറുകൃത്യം തൃകൃത്യം തൃകൃത്യം. എന്തിനു മറുകൃത്യം അറിഞ്ഞൂടെ നിനക്ക്? തർക്കുത്തരം. തർക്കുത്തരോ? മറുകൃത്യം തർക്കുത്തരം വെച്ചാ തർക്കത്തിന്റെ ഉത്തരം. അമ്മ പറഞ്ഞു ഞാൻ കാലാട്ടുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് എന്ത് കുഴപ്പമാണെന്ന് പറഞ്ഞതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ പഴയ ആൾക്കാർ പറയണ എന്തെങ്കിലും കാര്യത്തിനോട് ഒരു വിലയുണ്ടാ? ഉണ്ടോന്ന്? എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി. നിനക്ക് വട്ടാണോ പെണ്ണേ? മണി മണി മുഴങ്ങി. മാറില്ല എന്തോന്നാണ് രണ്ടും അടുക്കള കിടന്നോണ്ട് താളം തുള്ളുന്നത്? അമ്മയെ ഒന്ന് സഹായിക്കുക. ആ അച്ഛാ, എന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. എന്റെ അവളുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ല പോസിറ്റീവ് എനർജി തോന്നില്ലേ? ആ എനർജി അമ്മയ്ക്ക് കൊടുക്കാൻ വന്നേ. സത്യം. അതെ, വിടും, വിഷയം വിടും. സ്റ്റെല്ല ചേച്ചിനെ കണ്ട് ഞാൻ കുറച്ച് നേരത്തെ. ചേച്ചി ഒരു കാര്യം പറഞ്ഞു, പോയിന്റ് ആണ്. നമുക്ക് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മള് മിനിക്കും ചന്ദ്രൻപിള്ളയ്ക്ക് എന്തിനാണ് മാല കൊടുത്തതെന്ന് പോയിന്റ് അല്ലേ ചോദിച്ചത്? അല്ല, ഈ സ്റ്റെല്ല ചേച്ചി എങ്ങനെ അറിഞ്ഞ മാല കൊടുത്താരും? അത് ഞാൻ പറഞ്ഞു. നീ എന്തിനു പറഞ്ഞു? അതല്ലേ കുഴപ്പമായത്. എന്ത് കുഴപ്പം? പണയം വെക്കാൻ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി? ഇതുവരെ അവര് തന്നാ? ആ എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. സ്റ്റെല്ല ചേച്ചി പറഞ്ഞു അവരുമായിട്ട് ഒരു ഇടപാടും വേണ്ട. ഈ സ്റ്റെല്ല ചേച്ചിയായിട്ട് ഒരു ഇടപാട് നടത്തി നോക്ക്. കുറച്ച് കഴിയുമ്പോൾ അവരെ ഗുണം അറിയാം. ഓ പിന്നെ സ്റ്റെല്ല ചേച്ചി ഡീസന്റ് ആണ്. സ്റ്റെല്ല ചേച്ചി ഡീസന്റ് ആണ്. ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര്. അപ്പൊ മണിക്കുട്ടി അടുക്കളയിലാണ്. നല്ല ടൈറ്റിൽ അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും വേറൊരു പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം. രവി അണ്ണൻ ഒരു മനുഷ്യ സ്നേഹം. രവിയണ്ണ മനുഷ്യ സ്നേഹമൊക്കെ തന്നെ, പക്ഷെ രണ്ടും കൂടെ ക്രൂരനാക്കല്ല്. പറഞ്ഞേട്ടാ പോ പോ രണ്ടു പോ, കൺമുന്നിൽ പോ. ഒരു പണി ഇല്ലാതിരിക്കണല്ലേ എല്ലാണോ? ഇറങ്ങിപ്പോയെ, എനിക്ക് ഇവിടെ നിറച്ചും പണിയുണ്ട്. ചെല്ല് ചെല്ല്, ഈ സീൻ കൊളമായി. അമ്മയുടെ പേരിൽ ടൈറ്റിൽ ഉണ്ടാക്കാൻ നടക്കുന്നു. പോണ് പോണ്. എവിടെ ഫോണില്ലേ? എവിടെ? എനിക്കിവിടെ പണിയുണ്ട്, നിങ്ങൾ പോവാനാ പറഞ്ഞത്. കുഴപ്പമുണ്ടോ? ഞാൻ പൊക്കോളാം. എന്തിനാടി? എനിക്കൊരു ജൂനിയർ ആയിട്ട് ഒരു പെണ്ണ് വന്നേ. എന്ത് അഹങ്കാരം എന്തോ അവൾക്ക് അറിയാം എന്നുള്ളൊരു ജാടയിലാണ് അവള് അവിടെ നിൽക്കുന്നത്. നിന്നെക്കാട്ടും ജാടയടി. ഉണ്ടടി അവള് വിളഞ്ഞ. എപ്പോഴും വന്നാലും കിഴക്കേ കൂട്ടണം തുറന്നിട്ടേ. ഇവിടെ ഉണ്ടാ? വേണ്ട, ബഹുമാനം വേണ്ട, മക്കളിരുന്നോ. പക്ഷേ നിങ്ങളെ തന്നേന്നല്ലേ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട്. ഒന്ന് വിളിച്ചാണ്. വിളിക്കാം. അങ്ങൾ ഇവിടെ ഇരിക്കണം. വേണ്ട വേണ്ട, ഞാൻ നിന്നോളാം. അച്ഛാ, ചന്ദ്രൻപിള്ള അങ്കിൾ വന്നിരിക്കുന്നു. നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ. അതിപ്പം ഇങ്ങോട്ട് വരാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണല്ലേ. അതെന്ത് പറ്റി? അതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥയല്ലേ. അതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. അത് അങ്കിള് പറഞ്ഞ ശരിയാണ്. ഈ കൊരങ്ങനെ നാളോ മനുഷ്യൻ ഉണ്ടായത്. ഈ കൊരങ്ങൻ ഇങ്ങനെ ഈ പരിണാമം സംഭവിച്ച് അവസാനം അത് മനുഷ്യനായി. അപ്പം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് മനുഷ്യൻ കൊരങ്ങന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത്. ചേച്ചി പറഞ്ഞത് ഹ്യൂമൻ സൈക്കോളജി, ഞാൻ പറഞ്ഞത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. കൊച്ചേ, ഞാൻ ഈ ഡാർവിന്റെ കാര്യവും ചാൾസ് രാജകുമാരന്റെ കാര്യവും ഒന്നും അല്ല പറഞ്ഞത്. പിന്നെ അങ്കിൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് അങ്കിൾ പറഞ്ഞത് അതായത് ദ സയൻസ് ഓഫ് ദ മെക്കാനിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻസ്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പറഞ്ഞു പറഞ്ഞു ഇവിടെ കയറി പോണ്. അത്രയ്ക്കങ്ങ് കയറണ്ട. എന്തോന്നാണ് ഇവിടെ? അല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തോന്നാ പറഞ്ഞോണ്ടിരിക്കണ പിള്ളേര്. എന്ത് പറഞ്ഞു? നമ്മൾ ഈ ഡാർവിന്റെ എവല്യൂഷനും കാര്യങ്ങളൊക്കെ അങ്കിള് ഞാനൊരു കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കൊച്ചു വർത്താനം. കുറച്ചു നേരമായ. അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല. അങ്ങനെ ഈ പിള്ളേരോട് സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണവര്. മക്കള് പറഞ്ഞു രവി സാറേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞുപോലും ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊറേ നേരമായില്ല അവിടെ ഇങ്ങോട്ട് പോന്നിട്ട്.
പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അത് മിനി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയണേ. പിള്ളേർക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്താ? അങ്ങോട്ട് പറഞ്ഞെങ്കിൽ. അയ്യോ മാമി അങ്ങോട്ട് പോണ്. അയ്യോ മക്കളുടെ അടുത്ത് സംസാരിച്ച് കൊഞ്ചു കൊഴിഞ്ഞ് നിൽക്കാനുള്ള സമയം മാമിക്ക് ഇപ്പൊ ഇല്ല. മനസ്സിലായില്ലേ? ബിസി ഗേൾ. ഇല്ല പിന്നെ ഞങ്ങൾക്ക് അങ്കിളിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അങ്കിളിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നല്ല മിടുക്കാണ്. 2 പിള്ളേർക്കൊന്നും എനിക്ക് അറിയാം പണ്ടേ. അങ്കിളിന്റെ പറയാനുള്ളത് പറ, ഞാനും കൂടെ നിന്ന് കേട്ടിട്ടേ പോണോളൂ ഇനി. അങ്കിൾ ഏത് വരെ പഠിച്ചങ്ങളെ? ഞാൻ പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പ്, ഇവള് പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ്. അനാവശ്യം പറയരുത്. ഞാൻ എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രീ ഡിഗ്രിയിൽ എത്ര പേപ്പർ പോയി അങ്കിളിന്? പേപ്പർ അങ്ങനെ പറത്തി വിടുന്ന ശീലമൊന്നും എന്റെ ഈ പോലീസ് യാമാനി ഇല്ല. നിങ്ങൾ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ പേപ്പർ പറത്തിവിടുന്ന കേസല്ലേ പറഞ്ഞ, എത്ര പേപ്പർ തോറ്റു എന്നാണ്, എഴുതിയെടുക്കാനുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, മലയാളം അതൊക്കെ കിട്ടി. ഇംഗ്ലീഷ് 2 പ്രാവശ്യം പോയി എഴുതിയെടുത്തു. അത് ഞങ്ങൾക്ക് തോന്നി നേരത്തെ. പിള്ളേരെ നിർത്തിക്കോ, കൊറേയായി. ഇനി ഒരു അക്ഷരം വേണ്ടി പോയിട്ട് കണ്ടോ കേട്ടോ. എന്ത് അമ്മ എംകോം അല്ലേ? ഞങ്ങള് സയൻസ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം അല്ലേ അങ്ങളെ? പിന്നെ അങ്കിളെ ഇനി വരുമ്പോഴേ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണേ ജയിച്ചതിന്റെ. കൊണ്ടുവരാം. അത് കൊണ്ടുവരാൻ പറ്റില്ല. വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയില്ലേ? അത് കഴിഞ്ഞ പ്രളയത്തിൽ പോയി പെട്ടാത്തിലും പൂട്ടി വെച്ചേക്കായിരുന്നു. പെട്ടാത്തോട് പാവം തന്നെ. ഇനി എന്തെങ്കിലും അറിയാമുണ്ടാ? ഇല്ല. അയ്യോ മതിയായി. പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്തോ പറയാൻ വന്നല്ലേ പറഞ്ഞത്? അത് നമ്മൾ ഈ സ്വർണം മേടിച്ചോണ്ട് പോയല്ലേ, അതിനെ കുറിച്ച് ഒരു അവധി ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത്. ഇപ്പൊ തന്നെ കൊറേയായി. ഉടനെ വല്ലതും എടുത്ത് തരുവോ? തരാം, നമ്മൾ എടുത്ത് തരാതിരിക്കൂല. പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പുഴുങ്ങി തിന്നാനൊന്നും കൊണ്ടുപോയതല്ലല്ലോ, ഒരു ആവശ്യത്തിന് വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ. ഇങ്ങ് കൊണ്ട് തരാം. നിങ്ങളുടേതാണ് ഞാൻ എന്തോന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോയിട്ട് ഇതിപ്പോ എന്തോ സ്വർണ്ണം ആരെങ്കിലും എടുത്ത് വിഴുങ്ങാൻ പോണം? നിങ്ങളുടെ സ്വർണ്ണം അവിടെ ബാങ്കിൽ തന്നെ ഇരിപ്പുണ്ട്. അത് ഇങ്ങ് എടുത്ത് തന്നാ പോരെ? തന്നാ മതി. അത് തരാൻ നോക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു ചിട്ടി പിടിക്കാനുണ്ട്, അത് പിടിച്ചിട്ട് എടുത്ത് തരാം. കഴിഞ്ഞ മാസം വീഴുമെന്നാണ് വിചാരിച്ച, വീണില്ല. ആരെ കല്യാണത്തിൽ വെച്ച അത്യാവശ്യത്തിന് വേണ്ടി അവരൊന്ന് പിടിച്ചോണ്ട് പോയി. ഇത്രമാത്രം പറയേണ്ട കാര്യം എന്തോന്ന്? എടുത്തു തരും. നിങ്ങൾ വാങ്ങിക്കുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ചില സമയം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരെയും എടുത്ത് തരൂലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, എടുത്ത് തരും. തരാം, വേറൊന്നും വിചാരിക്കരുത്. മതി. ഉടനെ തരാം. നിന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്തിനാണ് ഇരിക്കണ സാധനം വാങ്ങിച്ചോണ്ട് പോയിട്ട് നമുക്കിട്ട് വഴുകി എന്തോന്നിട ഇതൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ കൊടുക്കരുതെന്ന്. അച്ഛനല്ലേ, പാവല്ലേ, നമ്മുടെ അയൽപക്കം അല്ലേ, വേണം. മനുഷ്യർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ? എന്റെ സ്വഭാവം അവള് ശരിക്കും അറിയാന്നുള്ളതാണ്. നിങ്ങളെ കരുതി മാത്രമാണ് ഞാൻ ഉണ്ടായിരുന്നു. ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. ആ ഫോൺ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കാൻ. ഞാനേ സ്റ്റെല്ല ചേച്ചി എടുത്ത് സംസാരിച്ച് സ്വർണത്തിന്റെ കാര്യം മറ്റേവരോട് വല്ലതും സൂചിപ്പിച്ചോന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ലാന്ന്. മണി, നീ വീണ്ടും അവരടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച, ഈ സ്വർണത്തിന്റെ കാര്യമൊക്കെ. നീ ഒരു കാര്യം ആലോചിക്കണം. നമ്മളെ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്, നമ്മൾ ഇവിടത്തുകാരല്ല. ഈ സ്റ്റെല്ല ചേച്ചിയും ആ പോലീസുകാരനും ഒക്കെ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ താമസിക്കുന്നവരാണ്. അവസാനം അവർ ഒന്നിക്കും, നമ്മൾ പുറത്താവും. അവരെ ഇവിടെ താമസിച്ച് അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഏരിയയിലുള്ള ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ആ രണ്ടെണ്ണത്തിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതും സ്റ്റെല്ല ചേച്ചി പറഞ്ഞു തന്നെയായിരിക്കും. ഇപ്പം ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആ ചന്ദ്രൻ പോലീസ് മാമൻ നൈസായിട്ട് വന്ന് കുറച്ച് ഡേറ്റ് അങ്ങോട്ട് നീട്ടി വെച്ച്. എന്തോന്ന് മോശം അത്. ആ മാമനാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ പോലീസുകാർക്കും ഭയങ്കര നാണക്കേടാ. മക്കൾ അങ്ങനെയൊന്നും പറയില്ല. ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു സർക്കാർ ജീവനക്കാരനാണ്. മനഃപൂർവ്വം പറയണല്ല അച്ഛാ, പറയിപ്പിക്കണല്ലേ. നമുക്കേ മാക്സിമം ഒരാഴ്ചയും കൂടി ഒന്ന് സമാധാനത്തിൽ നോക്കാം. പിന്നെ എന്നിട്ട് എന്തോന്ന് വെച്ചാൽ ആലോചിക്കാം. എല്ലാത്തിനും നിന്റെ അച്ഛനാണ് കാരണം. അവര് കാശ് ചോദിച്ചപ്പോഴേ ഇല്ലെന്ന് പറഞ്ഞിങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് സ്വർണം വല്ലതും ഉണ്ടോന്ന് ഉടനെ ഇങ്ങേര് ഉണ്ട് ഇരിപ്പുണ്ടെന്ന്. നിങ്ങളല്ലാതെ ആരെങ്കിലും പറയോ? എല്ലാം കൂടെ എന്റെ തലയിലാക്കിയ. അമ്മ സമാധാനപ്പെടും, നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കാം. നമുക്ക് സ്വർണം കിട്ടിയില്ലെങ്കിലേ മണിക്കുട്ടൻ മാമന്റെ അടുത്ത് പറയാം. അതാണ് നല്ലത്. അതാണ് എന്റെ ഏക ആശ്വാസം. മണി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ സ്വർണത്തിന്റെ കാര്യം എങ്ങാനും മണിക്കുട്ടം വല്ലതും അറിഞ്ഞ എന്റെ പെറ്റമ്മയാണ് ഞാൻ പറയാണ്. ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങി പോകും. അതിൽ ഒരു മാറ്റവും ഇല്ല, കേട്ടാ? അങ്ങനെ ആ വഴി അടഞ്ഞു. മണി, മണി, നീ ടെൻഷൻ അടിക്കണ്ട, നീ വിഷമിക്കണ്ട. നമ്മളുമായിട്ട് ഇപ്പൊ ഒരു നല്ല ടേംസിലാണ്. അവർ ഉറപ്പായിട്ടും എടുത്തുതരും. നല്ല ടേംസിലായതുകൊണ്ടാണ് ഈ ഗതി ആയത്. അല്ല, ഞാൻ അമ്മയടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണം
അച്ഛൻ മേടിച്ചെന്നത്, അപ്പൂപ്പൻ മേടിച്ചെന്നത്, അമ്മൂമ്മ മേടിച്ചത്, അങ്ങനെ കുറെ സ്വർണ്ണം അമ്മയ്ക്ക് ഉണ്ടല്ലോ. അതിലാകെ കൂടെ ഒരു 3 പവൻ പോയെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എന്ത് ഇത്ര വിഷമം? ഇവിടെ നിന്റെ ചുണ്ടിലിട്ട് ഞാൻ കൊടുത്തിരിക്കണോ സ്വർണം പോട്ടെന്ന്. നിന്റെ അച്ഛനുണ്ടല്ലോ വീട് വാങ്ങിക്കാൻ നേരത്തെ എല്ലാം എടുത്തോണ്ട് വിറ്റ്, പിന്നെ ബാക്കിയുള്ളത് അതേ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചത് സ്വർണ്ണമാണ്. അതൊന്നും ഇടാൻ പോലുള്ള അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്ങനെ ഇടും? എവിടെങ്കിലും പോയാലല്ലേ സ്വർണ്ണം ഇട്ടോണ്ട് നടക്കാൻ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛൻ വാങ്ങിച്ചതും പാരമ്പര്യമായിട്ട് കിട്ടിയ എല്ലാ സ്വർണ്ണം കൂടെ എടുത്ത് ദേഹത്തിട്ട് എവിടെയെങ്കിലും ചെല്ല്, ആ ജംഗ്ഷനിൽ ചെന്ന് നില്ല്, ആൾക്കാർ കാണട്ടെ. അയ്യേ, ആ ജംഗ്ഷനിൽ നിന്നിട്ട് കാര്യമില്ല. ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കും പോലെ നിൽക്കും അമ്മ. ആ ആഭരണം മുഴുവൻ ഇട്ട് കഴിഞ്ഞ ആനയെ പോലെ. മക്കളായ അടങ്ങി നിന്നോളണം. കൂടാവല്ലേ അമ്മ. അമ്മ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഞാൻ തമാശ അടിച്ചല്ലേ. കൂളാക്കാൻ തമാശ. റിങ്കി, ഗ്യാപ്പ് കിട്ടുമ്പോഴേ ഈ നെല്ലിന്നേ വിളഞ്ഞ നെല്ലിക്ക് നോക്കി പറഞ്ഞ അരി നെല്ലിയാണ്, ഉപ്പിട്ട കിടിലാണ്. കഴിച്ചിട്ടുണ്ടാ നീ? ഇല്ല. നമുക്കേ അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇവിടെ ഇട്ട് അതിന്റെ ഒരു തൈയും കൂടെ ഇവിടെ വെക്കാം. ഇതുപോലെ പടർന്ന് നിൽക്കുമല്ലോ. ഓ ശരി ശരി. ഇങ്ങനെ ബാങ്ക് മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവിടെ വല്ല കിളക്കുന്ന പരിപാടി വല്ലതും ആയിരിക്കും. ശരിയാണ്, ബാങ്കിന്റെ ചിറ്റാക ഒരുപാട് ചെത്തിപ്പറിക്കാനൊക്കെ ഉണ്ടല്ലേ. ആയിരിക്കും. എന്തായാലും വന്ന കാര്യം പറഞ്ഞത് എന്തെങ്കിലും കിട്ടിയ ഞങ്ങൾ ചവച്ചോളണം. വീട്ടിലൊന്നും തിന്നാൻ തരാത്ത പോലെയാണ്. വാ അങ്ങോട്ട്. അല്ല, ബാങ്ക് മാനേജർ ഇതേപോലത്തെ പുറംപണിയൊക്കെ ചെയ്യൂ? വീട്ടിലെ പണികളല്ലേ, വീട്ടിനകത്തുള്ളല്ലേ. ചോദിച്ചത് ഈ എക്സ്പീരിയൻസ് കണ്ടിട്ട് ബാങ്കില് എന്താ ജോലി എന്നുള്ള കാര്യം. അല്ല, നിങ്ങൾ എന്തിനു വന്ന ഇപ്പൊ? നമ്മൾ എന്തിനു വന്നെന്ന് നേരത്തെ വന്ന കാര്യം പറയാൻ തന്നെയാണ് വന്നത്. എന്തോന്ന് കാര്യം? നേരത്തെ വന്ന കാര്യം എന്തിനായിരുന്നു? സ്വർണം ഇപ്പൊ എടുത്തു തരാൻ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. അതിപ്പോ രാവിലെ വന്ന് നിങ്ങൾ എന്തോന്നൊക്കെയോ പറഞ്ഞിട്ട് പോയില്ലേ? ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ വന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ ആ വീട്ടിലോട്ട് വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് നിങ്ങളൊരു ഡയലോഗ് അടിച്ചു. എന്തോന്ന് ഡയലോഗ്? തീർച്ചയായും ഉടനെ തന്നെ നിങ്ങൾ സ്വർണം എടുത്തു തരണമെന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞായിരുന്നാ? അല്ല, പറഞ്ഞു. അതിപ്പോ സാധാരണ രീതിയിൽ പറഞ്ഞതിനാണ് ഇപ്പൊ പ്രശ്നം. എന്തോന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ എടുത്തോണ്ട് തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളെ കയ്യിൽ ഇതൊക്കെ കെട്ടിപ്പറക്കി വെച്ചിരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മിനി, നീ ഒന്ന് അടങ്ങ്, ഒന്ന് ക്ഷമിക്ക്. നമ്മൾ എടുത്ത് തരാം, സ്വർണ്ണ എടുത്ത് തന്നേക്കാം. തരാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞ് തർക്കമൊക്കെ ആക്കണ്ട. നിങ്ങളൊരു കൃത്യമായിട്ടൊരു ദിവസം പറയൂ, ഒരു ഡേറ്റ് പറയൂ. ആ ഡേറ്റിന്റെ അടുത്ത് തന്നാൽ മതി. പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ദിവസം പറയാൻ പറഞ്ഞാൽ പൈസയുടെ കാര്യമല്ലേ സാറേ? അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി തിരിഞ്ഞു നോക്കി ഇരിക്കൂല്ലേ. ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ല, കിട്ടുമ്പോ എടുത്ത് തരാം. എടുത്ത് തരൂലെന്ന് പറഞ്ഞില്ലല്ലോ. എടുത്ത് തരൂന്ന് വെച്ചാൽ എടുത്ത് തരും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. ഡേറ്റ് എടുത്ത് തരൂല, തരും. ഡേറ്റ് പറയണം, സമയം വേണം. എന്ത് കഷ്ടം! നിങ്ങൾ ഏതെങ്കിലും ഉറപ്പിച്ച് പറയുന്നേ. നിങ്ങൾ എപ്പോ എടുത്തായിരുന്നു ആദ്യം ഡേറ്റ് പറ. ഒരുപാട് ഓർക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ സംസാരിച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് ചെവി കേൾക്കാതെ എന്താണ് ഒരു സമാധാനവും തരത്തില്ല. വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും സ്വർണ്ണം എടുത്ത് തരുന്നു. ഒരു ഉപകാരം ചെയ്തതെന്നല്ലേ ഉള്ളൂ. ഇച്ചിരി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു, അപ്പൊ ഇച്ചിരി സ്വർണം തന്നു. അപ്പോഴേ പറഞ്ഞതാ എന്റെ അമ്മായി അമ്മ 4 പൗണ്ട് സ്വർണം തരാതെ അത് വാങ്ങിക്കാതെ ഈ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചു. അയ്യോ, മനുഷ്യൻ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. രണ്ട് പെമ്പിളരാണ് ഇവരെ. ഇങ്ങനെ എന്തും ഏതിനും ആളുകൾ വരുമ്പോ മുമ്പ് നിർത്തി സംസാരിപ്പിക്കരുത്. നിങ്ങൾ ഒരു മോളെ കുസ്തി പഠിപ്പിക്കുകയാണ്. അയലോക്കാരെ അടിക്കാനാണ്. അത് അടക്കം ഒതുക്കുമായിട്ട് പിള്ളേരെ വളർത്തണം. ഇങ്ങനെ അഴിച്ചൊന്നും വിട്ടിട്ടില്ല, മനസ്സിലായി? എല്ലാം തുറന്നടിച്ചു. എന്തോന്ന് അഴിച്ചു നിൽക്കണേ? ഇതേപോലുള്ള പെമ്പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബം തൊലയോ. അയ്യോ, അയൽവക്കത്തുള്ള കുടുംബം തൊലഞ്ഞു പോയേ. ചന്ദ്രൻ ചേട്ടാ, ഞങ്ങളെ മക്കളെ കാര്യം നോക്കിക്കാണ്. നിങ്ങൾ അഭിപ്രായം പറയണ്ട. അല്ല, നിങ്ങളെ മക്കളെ കാര്യം നിങ്ങൾ നോക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് സൗകര്യം സ്വർണ്ണം എടുത്ത് തരും. വിളിക്കണ്. ഒന്നും പറയണ്ട, എടുത്തു തരും. സാറേ, ഒരു കാര്യം കൂടെ പറയാം. ഈ ചക്രമാണ് പൈസ എന്ന് പറയുന്നത്. അത് കറങ്ങി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അത് നിങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങളെ കയ്യിലില്ല. അത് നമ്മളെ കയ്യിൽ വരും, അപ്പോഴും ഞങ്ങൾ എടുത്തു തരും. ഒരു പാലം ഇടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. അതറിയാല്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ. അപ്പൊ ഓക്കെ, പെട്ടെന്ന് എടുത്ത് തന്നാ മതി.